ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പം ഇടുക്കിയിൽ നിന്നാണ് ഏട്ടനും മോളും ഒക്കെ ശബരിമലയ്ക്ക് പോയത്. അച്ഛയുടെയും മമ്മിയുടെയും അച്ഛയുടെ അനിയൻ്റെയും പിള്ളേരുടെയൊക്കെ കൂടെയാണ് പോയത്. അപ്പം അനിയത്തിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ആദ്യം കെട്ട് നിറച്ചത്. അച്ഛയും മമ്മിയൊക്കെ കെട്ട് നിറയ്ക്കുന്നത് നമ്മുടെ പഴയയിലുള്ള ഗുരുദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പം ആദ്യം കെട്ടുനിറ അനിയത്തിയുടെ വീട്ടിലായതുകൊണ്ട് ഫുഡൊക്കെ അവിടെ ആയിരുന്നു, സദ്യയായിരുന്നു എല്ലാവർക്കും. നമ്മൾ അടുത്തുള്ള വീടുകളിൽ നിന്നും നമ്മുടെ അത്യാവശ്യം അടുത്ത റിലേറ്റീവ്സിനെ എല്ലാവരെയും വിളിച്ചിട്ടൊക്കെ ഉള്ളതായിരുന്നു. കാരണം കന്നിക്കാർ കൂടുതലുണ്ട്. മമ്മിയും വീട്ടിൽ നമ്മുടെ ചിക്കുവും കുഞ്ഞും നൈനും അപ്പും ഒക്കെ കന്നിക്കാരായിരുന്നു. പെട്ടെന്ന് പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെയും മനസ്സിലാവില്ല. പോകെയുള്ള വീടുകളിൽ നമുക്ക് ഇവരെല്ലാവരും പരിചയപ്പെടാൻ കേട്ടോ. അപ്പോൾ ആൻറ്റിയാണ് അച്ഛൻ അനിയൻ്റെ വൈഫാണ്. ആൻറ്റി വിളക്കൊക്കെ തേച്ച് എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുത്തോ, ഞാൻ കഷ്ടപ്പെട്ട് വിളക്കൊക്കെ തേച്ചുകൊണ്ട് വെച്ചേക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം റെഡിയായി. എൻ്റെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടേ നമുക്ക് കെട്ട് നിറയ്ക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ. കെട്ട് നിറയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ആർക്കും ഭക്ഷണം കൊടുക്കത്തില്ല. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ ആൻറ്റിയാണ് കേട്ടോ അതിൻ്റെ എല്ലാം ഓൾ ഇൻ ഓൾ. അങ്ങനെ ആൻറ്റി എല്ലാ കറികളെല്ലാം റെഡിയാക്കി വെച്ച് ബാക്കിയുള്ളവരൊക്കെ സഹായിച്ചു കൊടുത്തു. എങ്കിലും അതിൻ്റെ മെയിൻ കുക്ക് ആൻറ്റിയാണ്. അങ്ങനെ ആൻറ്റി എല്ലാത്തിൻ്റെയും ടേസ്റ്റൊക്കെ നോക്കിപ്പിച്ചു. ഉപ്പൊക്കെ എല്ലാം ഓക്കെ ആണെന്ന് ഒരാളെ കൊണ്ട് ബോധ്യപ്പെടുത്തിച്ചു. അങ്ങനെ നമ്മൾ സദ്യ വിളമ്പാനായിട്ട് തുടങ്ങി കേട്ടോ. കുഞ്ഞുങ്ങൾക്കും ഒക്കെയാണ് ആദ്യം കൊടുത്തത്. അപ്പം സദ്യയിൽ എല്ലാ വിഭവങ്ങളൊന്നും ചേർത്തുള്ള സദ്യയല്ല, എങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. പപ്പടവും പഴവും പായസം എല്ലാം ഉള്ള സദ്യയായിരുന്നു. എല്ലാവരെയും 2-3 വട്ടമായിട്ടാണ് ഇട്ടിരുന്നത്. അവിടുത്തെ വീടിന് നല്ല നീളമുള്ള സിറ്റ് ഔട്ട് ആയതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റും. അങ്ങനെ ഒരു 2-3 വട്ടം ഇരിക്കാനുള്ള ആളുകളുണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ എല്ലാവരും നല്ല ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ചിന്നും പൊന്നും ഒക്കെ കമൻ്റ് ഇടുന്നുണ്ട്. അപ്പം ഇതൊക്കെ അവിടെ അടുത്ത വീടുകളിലൊക്കെ ഉള്ള ചേച്ചിമാരൊക്കെയാണ്. ആ കൂട്ടത്തിൽ ഞാനും കയറിയിരുന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം നമുക്ക് മുഖ്യമാണല്ലോ, കാരണം അത് ഒഴിവാക്കാൻ പറ്റത്തില്ല, ഘടകമാണ്. ഇതാണ് കേട്ടോ അച്ഛയുടെ അനിയൻ. കൊച്ചിനും പോകുന്നുണ്ട്. തുണയായിരിക്കണം സ്വാമിയേ, സ്വാമിയേ രാജനേ, പരിവാരകനേ, ഹരിഹരാസുതനേ, മലകൾക്കൊക്കെ ശേഷം അങ്ങനെ ഓരോ നെയ്മുദ്ര നിറയ്ക്കുമ്പോഴും കർമ്മി അതെല്ലാം ഒന്ന് പൂജിച്ച് വെക്കാം കേട്ടോ. അങ്ങനെ ആദ്യത്തെ നെയ്മുദ്ര നിറയ്ക്കുന്നത് നൈനുവാണ് ഉള്ളതിലേക്ക് ഏറ്റവും ചെറിയ കുഞ്ഞ്. അവൾ കന്നിയാണ്. അപ്പം അഭിഷേകപ്രിയനേ, പതിനെട്ടാം പടിക്കുടയ നാഥനേ, വീരമണി കണ്ടനേ, മുദ്ര സുധനേ, വീരനേ, സുധനേ, പുറത്തമ്മ മാതാവേ, മുദ്രേ, നമുക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്തവർക്ക് നേർച്ചകൾ ഉണ്ടാവുമല്ലോ, ശബരിമലയ്ക്ക് നെയ്മുദ്ര കൊടുത്തു വിട്ടേക്കാന്നൊക്കെ. അങ്ങനെയൊക്കെയുള്ള നേർച്ചകൾ നമ്മൾ കന്നിക്കാർ പോകുമ്പോൾ അവരുടെ കയ്യിൽ മുദ്ര നിറച്ച് കൊടുത്തു വിടാറുണ്ട്. അങ്ങനെ അപ്പൂൻ്റെ അനിയനും അനിയൻ്റെ കുഞ്ഞും ഒക്കെ നെയ്മുദ്രകൾ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് കന്നിക്കെട്ടിൽ അരി ഇടുന്ന ചടങ്ങാണ്. നമ്മൾ പണ്ടൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് അരി കൊണ്ടുപോകുമായിരുന്നു. കാരണം പോകുന്ന വഴിയിലൊക്കെ കഞ്ഞിയൊക്കെ വെച്ച്
കുടിച്ചിട്ടൊക്കെയാണല്ലോ പോകുന്നത്. കുറേ ദിവസങ്ങളെടുക്കുമല്ലോ പോയിട്ട് വരാനായിട്ട്. ഇപ്പം പക്ഷേ അങ്ങനെയൊന്നും ഇല്ല. നമ്മളവിടെ ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പിടി അരി എടുത്ത് 3ആയിട്ട് പകുത്താണ് എല്ലാവരും കെട്ടിലിടാറ്. തന്നെല്ലാം എടുത്തുകൊണ്ട് നടക്കാനേ പണ്ടൊക്കെ പോകുന്ന പോലെ അല്ലല്ലോ. ഇപ്പം എല്ലാവർക്കും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇരുന്നിട്ടാണ് കെട്ട് നിറയ്ക്കാറുള്ളത്. പക്ഷേ ഇപ്പം കൊച്ചിനൊക്കെ കാലിനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നിന്നിട്ട് നെയ്മുദ്രയൊക്കെ നിറയ്ക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഇരുന്നിട്ടാണ് നമ്മൾ കെട്ട് നിറയ്ക്കാറുള്ളത്. അപ്പോൾ ഈ കെട്ടിൽ ആർക്ക് വേണമെങ്കിലും അരി ഇടാം കേട്ടോ. അതുകൊണ്ടേ ഭഗവാനേ അറിവില്ല പൈതങ്ങളാണ് സ്വാമിയേ. ആദ്യം കന്നിക്കാരുടെ കെട്ടാണ് നിറയ്ക്കുന്നത്. കന്നിക്കാരുടെ കെട്ട് നിറച്ച് മാറ്റി വെച്ചിട്ടാണ് മുമ്പ് പോയിട്ടുള്ളവരുടെ കെട്ടുകൾ നിറച്ച് മാറ്റി വെക്കുന്നത്. ഇപ്പം ഇതിപ്പോൾ ആദ്യം അഭിഷേക പ്രിയനേ എട്ടാം പടിക്കുടയാനാഥനേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ ഹരിഹരസുതനേ സ്വാമിയേ ശരണയ്യപ്പോ പിള്ളാളി വീരനേ ശരണയ്യപ്പോ കണ്ടനേ ശരണയ്യപ്പോ ഹരിഹരസുതനേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ രമണി കണ്ടനേ ശരണയ്യപ്പോ നാഥനേ ശരണയ്യപ്പോ പ്രപഞ്ചനേ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ 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 ഹരിഹരസുതനേ ശരണയ്യപ്പോ പദമേ കെട്ട് നിറയ്ക്കുന്നതിൻ്റെ ഫുള്ള് വീഡിയോ എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നടന്നില്ല. കാരണം അപ്പോഴത്തേക്കും മമ്മിക്ക് കെട്ട് നിറയ്ക്കണമായിരുന്നല്ലോ. അമ്പലത്തിൽ വന്ന് കെട്ട് നിറയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അച്ചുമോൾ ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ അച്ചു എൻ്റെ കയ്യിലായിരുന്നേ. അതുകൊണ്ട് എനിക്ക് എല്ലാ വീഡിയോസും എടുക്കാൻ കവർ ചെയ്യാൻ പറ്റിയില്ല. തന്നെ അവിടെ വെളിച്ചത്തിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം പറ്റിയില്ല. ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതവർ പേട്ടയിൽ ചെന്നിട്ട് പേട്ട കെട്ടിയ സമയത്ത് ഇട്ട് തന്ന ഫോട്ടോസും വീഡിയോസൊക്കെയാണ് കേട്ടോ. പിള്ളേരൊക്കെ പേട്ട കെട്ടി നല്ല തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത് പമ്പയിൽ അവർ ചെന്ന സമയത്തുള്ള തിരക്കായിരുന്നു. പക്ഷേ എന്തോ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാവാം ഈ തിരക്കൊന്നും അവർ സന്നിധാനത്ത് ചെന്നപ്പോൾ ഇല്ലായിരുന്നു. അവർക്ക് നന്നായിട്ട് കണ്ടു തൊഴാനായിട്ട് പറ്റി. ഒരു തിക്കും തിരക്കൊന്നും ഇല്ലാതെ കുഞ്ഞുമക്കളെയും കൊണ്ടൊക്കെ പോയതുകൊണ്ട് ഒരു തിക്കും തിരക്കും ഇല്ലാതെ നന്നായിട്ട് തൊഴാൻ പറ്റി. ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുവാണ് അതിനെ. അതുകൊണ്ട് പമ്പയിൽ ചെന്നപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് പറഞ്ഞു ഭയങ്കര തിരക്കായി, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലെന്ന്. എന്തായാലും ഭഗവാൻ അനുഗ്രഹിച്ചു. ഒരു കുഴപ്പമില്ലാതെ മലയാത്ര കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു.